ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ദിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. താരന്റെ പ്രശ്നം മൂലം വിഷമിക്കുന്നവരാണ് നമ്മൾ ഒട്ടുമിക്കവരും, അല്ലേ? അപ്പോൾ താരനുണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ, അതിന്റെ പ്രതിവിധികൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ബ്യൂട്ടി പ്രോബ്ലമാണ് ഈ താരൻ എന്ന് പറയുന്നത്. അത് പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവരിലും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ പാർലറിൽ ഇതിന് ട്രീറ്റ്മെന്റിനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണങ്ങളും പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. മെയിൻ ആയിട്ട് ഇതിന്റെ റീസൺസ് പറയുന്നത് ഡ്രൈ സ്കാൽപ്പാണ്. ഡ്രൈ സ്കാൽപ്പിൽ നമ്മൾ ഉണങ്ങി വരുന്ന നമ്മുടെ ചർമ്മം ഇളകി പോകുന്നത് ഡാൻഡ്രഫ് ആയിട്ട് പലരും കണക്കാക്കാറുണ്ട്. എന്നാൽ വിന്റർ സീസണിൽ ഉണങ്ങിയ ചർമ്മം അടർന്നു പോകുന്നത് ശരിക്കുമുള്ള താരൻ നമ്മൾ അത്ര വലിയൊരു ക്രോണിക് ആയിട്ട് കാണേണ്ടതില്ല. ആ ഡ്രൈ സ്കിൻ ഇങ്ങനെ അടർന്നു പോകുന്നതാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഓയിൽ സ്കാൽപ്പിലാണ്, ഓയിൽ സ്കിന്നുകാർക്കാണ്. ഓയിൽ സ്കിന്നിൽ നമുക്ക് ഡാൻഡ്രഫിന് വളരാനായിട്ടുള്ള നല്ല ഭൂമിയാണ്. അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടാവാനായിട്ട് ഓയിൽ സ്കിന്നുകാർക്ക് ഈ സമയം ഭയങ്കരമായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓയിൽ സ്കിന്നാണ് ഡാൻഡ്രഫ് ഉണ്ടാവാനായിട്ടുള്ള ഒരു അടുത്ത കാരണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യും. പലതരത്തിലുള്ള സ്പ്രേകളും ബ്യൂട്ടി പ്രോഡക്ട്സുകളും നമ്മൾ യൂസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ താരനുണ്ടാവാനായിട്ട് നല്ല സാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡാൻഡ്രഫ് ഷാമ്പുകളോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഹെയർ വാഷ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഷാമ്പു വാഷ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കുകൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ താരനുണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റു ചില കാരണങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിഹൈഡ്രേഷൻ, ബോഡിയിലെ ഡിഹൈഡ്രേഷൻ ലെവൽ ഒരു പരിധി വരെ താരൻ കൂടാനായിട്ട് കാരണമാകും. ഡ്രൈ സ്കാൽപ്പ് രൂപപ്പെടും, ഡ്രൈ സ്കിന്നായിട്ട് മാറും. അപ്പോൾ താരൻ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഡയറ്റ്, വേണ്ടുന്ന നമ്മുടെ ബോഡിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കാത്തതും ഒരു കാരണമാണ്. പിന്നെ അടുത്ത് പറയുന്നത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളാണ്. തൈറോയിഡോ അല്ലെങ്കിൽ PCOD, PCOS പോലെയുള്ള എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ ഉണ്ടെങ്കിൽ താരനുണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, പ്രത്യേകിച്ച് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസോ അതല്ലാന്നുണ്ടെങ്കിൽ അസിഡിറ്റി പോലെയുള്ള പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താരൻ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റു ത്വക്ക് രോഗങ്ങളും ഒരു പരിധി വരെ താരന് കാരണമാകുന്നുണ്ട്. അതായത് സോറിയാസിസ് പോലെയൊക്കെയുള്ള ത്വക്ക് രോഗങ്ങളും നമ്മുടെ ഡാൻഡ്രഫ് അധികരിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഡാൻഡ്രഫ് പലതരത്തിൽ വരാൻ സാധ്യതയുണ്ട്, പല കാരണങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 1-2 തവണ, അത് നമ്മുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻ അനുസരിച്ച് 1-2 തവണ ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് നല്ല ഒരു റെമഡിയാണ്. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1-2 തവണ നമുക്ക് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി ഡ്രൈ സ്കാൽപ്പുകാർക്ക് പ്രത്യേകിച്ചും സ്കാൽപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും ഒരു പരിധി വരെ നന്നായിട്ട് നമുക്ക് ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നീമിന്റെ പാക്ക് റെഗുലറായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം, അതായത് ഈ ഹോട്ട് ഓയിലിനൊക്കെ ശേഷം നമുക്ക് നീമിന്റെ പായ്ക്കുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നീമും ചെറുനാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മാസ്കുകൾ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഇതിന് നല്ല ഒരു പ്രതിവിധിയാണ്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കാണുന്ന ഡാൻഡ്രഫിനൊക്കെ നീം വളരെ നല്ല ഒരു പ്രതിവിധിയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് പറഞ്ഞ ആപ്പിൾ സിഡർ വിനാഗിരി, അത് നമ്മൾ യൂസ് ചെയ്യാം. സ്കാൽപ്പിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഒരു കോട്ടണിൽ ആപ്പിൾ സിഡർ വിനാഗിരി മുക്കി നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. pH ബാലൻസ് ലെവൽ ആകുമ്പോൾ തന്നെ ഒരു പരിധി വരെ അത് കൺട്രോൾ ആവും. പിന്നെ അടുത്തായിട്ടുള്ള ട്രീ ഓയിലാണ്. അതും നമ്മൾക്ക് ഇൻഫെക്ഷൻസ് തടയാനായിട്ട് വളരെ നല്ലതാണ്. സ്കാൽപ്പിൽ ഉണ്ടാവുന്ന, ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് തടയാൻ വളരെ നല്ലൊരു റെമഡിയാണ് T3 ഓയിൽ. ഡാൻഡ്രഫ് അധികമായിട്ടുള്ളവര് 1-2 കാര്യങ്ങളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഉറപ്പാക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കാണുന്ന പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മതിയാവും. അല്ലാണ്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റുകളിലേക്ക് കുട്ടികളെ അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണെന്നുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം ആവശ്യമല്ലാത്ത മറ്റു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇതോടുകൂടി പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.